السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأصلي وأسلم على خاتم الأنبياء والمرسلين محمد وعلى آله وأصحابه الفائزين برضا الله أجمعين، أما بعد. ربنا لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം അത് ആഴത്തിൽ പഠിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചാൽ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു അവൻ്റെ മതത്തിൽ അവഗാഹം നൽകും, ഫിഖ്ഹ് നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മറ്റൊരു തരത്തിൽ ആ ഹദീസ് വായിച്ചാൽ അള്ളാഹു ആർക്കെങ്കിലും ഖൈറ് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് ദീനിൽ അവഗാഹം നൽകുകയില്ല എന്നൊരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അറിവിനു വേണ്ടി അധ്വാനിക്കുക എന്നുള്ളതും അതിനുവേണ്ടി യാത്ര ചെയ്യുക എന്നുള്ളതും അറിവിൻ്റെ സദസ്സിലിരിക്കുക എന്നുള്ളതും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മമാണ്. ആ ഒരു നീയത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കേണ്ടത്. നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ള വിഷയം അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെതായ കർമ്മശാസ്ത്രപരമായ പൊതു നിയമങ്ങളുണ്ട്, ഖവാഇദുകളുണ്ട്. ഇസ്ലാമിക ഫിഖ്ഹ് പരിശോധിച്ചാൽ ഈ നിയമങ്ങൾ നമ്മൾക്ക് തെളിഞ്ഞു കാണാൻ കഴിയും. ഈ പൊതു നിയമങ്ങളിൽ അനുസരിച്ചിട്ടാണ് ബാക്കി ഓരോ ചെറിയ ചെറിയ മസ്അലകളിലും ദീനു വിധി പറയുക. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഖാഇദ അൽ മശഖ്ഖത്തു തജ്ലിബു അത്തൈസീർ. എവിടെ പ്രയാസമുണ്ടോ, ദീൻ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടാൽ അവിടെ ദീൻ എളുപ്പം കൊണ്ടുവരും. അത് ഏത് വിഷയത്തിലും എവിടെയെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഉടനെ എളുപ്പം കൊണ്ടുവരും. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, കൊറോണ കാലത്ത് നമ്മൾ നമ്മുടെ ദീന് കൊണ്ടുനടന്നിട്ടുണ്ട്. എവിടെയൊക്കെ പ്രയാസം വരുന്നു അവിടെയൊക്കെ യുസ്ർ കൊണ്ടുവരിക, എളുപ്പം കൊണ്ടുവരിക എന്നുള്ളത് ദീനിൻ്റെ ഒരു പൊതു നിയമമാണ്. ഷെയ്ഖ് ബൈത്ത് ചൊല്ലിയത് വമിൻ ഖവാഇദി ശരീഅത്തി തൈസീറു ഫീ കുല്ലി അംരിൻ നാബഹു തഅസീറു എന്ന വരിയിലാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിനി നാലാമത്തെ കാര്യം, എന്തിനാണ് ഇങ്ങനെ റുഖ്സകൾ, ഇളവുകൾ ദീന് നൽകുന്നത്? എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നത് എന്തിനാണ് ഇളവുകൾ നൽകുന്നത്? എന്താണ് അതിന് പിന്നിലുള്ള ഹിക്മത്ത്? അതാണ് നാലാമതായി നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഹിക്മത്ത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന് മടുപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാവുക. ദീന് കൊണ്ട് ഒരാൾക്ക് മടുക്കരുത്, ദീനൊരാൾക്ക് മടുത്തു പോകരുത്, ദീനൊരാൾക്ക് ചടപ്പുണ്ടാകരുത്, ദീനിനോട് ഇബാദത്തുകളോട് ദേഷ്യം വരരുത്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ ദീൻ എളുപ്പം കൊണ്ടുവരും. അത് ശാരിഅന്റെ ഒരു ഹിക്മത്താണ്. ദീൻ എളുപ്പം ആണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ദീന് എളുപ്പമാണ്. അതുകൊണ്ട് എവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ ദീന് നമുക്കൊരു എളുപ്പം തരും. നമ്മുടെ ശരീരം സംരക്ഷിക്കുക, നമ്മുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന് പിന്നിലുള്ള ഹിക്മത്ത്. അപ്പോൾ അതിനൊരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറാവീഹ് നമസ്കരിച്ചത് ജമാഅത്തായി തന്നെ നമസ്കരിച്ചിട്ടുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയുടെ മധ്യഭാഗത്ത് പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചു. അപ്പോൾ ജനങ്ങളും പിറകിൽ നിസ്കരിച്ചു. അത് ഏകദേശം 3 രാത്രി അങ്ങനെ തുടർന്നു പോയി. 4ാമത്തെ രാത്രി റസൂലുള്ള പുറത്തേക്ക് വന്നില്ല. സുബഹിക്കാണ് വന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അമ്മാ ബഅദു ഫഇന്നഹു ലം
യഖ്ഫ അലയ്യ മക്കാനക്കും, എനിക്ക് നിങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയാനിട്ടല്ല, അതെനിക്ക് മറിഞ്ഞിട്ടൊന്നുമല്ല. ലാക്കിന്നി ഖശീതു അൻ തുഫ്റദ അലൈക്കും, അത് നിങ്ങൾക്ക് അള്ളാഹു ഫർളാക്കുമോ എന്ന് പേടിച്ചിട്ടാണ്. ഫതഅജിസു അൻഹ, അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ ദീന് ഒരു പ്രയാസമാകരുത്. ഇപ്പം തന്നെ നമുക്കറിയാലോ, നമ്മൾ ഉള്ള കാര്യങ്ങൾ തന്നെ ചെയ്യുന്നതിന് നമുക്ക് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ദീനൊരിക്കലും തേടുന്ന കാര്യമല്ല. ദീന് എളുപ്പം കൊണ്ടുവരാനാണ് ദീന് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ ഒരു സൽമാൻ റളിയല്ലാഹു അബൂദർദാ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, ചരിത്രത്തിലുണ്ട്, ഹദീസിൻ്റെ കിതാബുകളിലുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ എഴുന്നേറ്റ്, ഏകദേശം അധിക ഭാഗവും എഴുന്നേറ്റ് ധാരാളമായി നമസ്കരിക്കും. രാവിലെ ഫുള്ള് നോമ്പാണ്, വസ്ത്രമൊന്നും ആ രൂപത്തിലല്ല, പിന്നെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്കുകളൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ കേട്ടപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തിരുത്തി. എന്നിട്ട് പിന്നെ രാത്രി എഴുന്നേറ്റപ്പോൾ കുറച്ചുകൂടിയും കിടക്കാൻ പറഞ്ഞു. എന്നിട്ട് രാത്രിയുടെ അവസാന ഭാഗത്ത് രണ്ടുപേരും എഴുന്നേറ്റ് നമസ്കരിച്ചു, നോമ്പ് മുറിപ്പിച്ചു. അങ്ങനെ അതായത് ഭയങ്കരമായി പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഇന്നലി റബ്ബിക അലൈക ഹഖൻ വലി നഫ്സിക അലൈക ഹഖൻ വലി അഹ്ലിക അലൈക ഹഖൻ, നിന്റെ രക്ഷിതാവിനോട് റബ്ബിനോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, സ്വന്തം ശരീരത്തോട് ബാധ്യതയുണ്ട്, ഭാര്യയോട് ബാധ്യതയുണ്ട്, കുടുംബക്കാരോടൊക്കെ ബാധ്യതയുണ്ട്. ഫഅതി കുല്ലദീ ഹഖിൻ ഹഖഹു എന്ന് പഠിപ്പിക്കുകയാണ് സൽമാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സദസ്സിലെത്തിയത് ചോദിച്ചപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ സത്യമാണ് എന്ന് റസൂലുള്ളാഹ് സൽമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗത്താണ് നിന്നത്. ഈ ഹദീസ് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യം ആലോചിക്കണം. ഇത് അബൂദർദാ റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ഇബാദത്ത് ധാരാളമായി ചെയ്ത് പ്രയാസമാകും എന്നുള്ളൊരവസ്ഥ, പിന്നീട് അതിനൊരു മടുപ്പുണ്ടാകും എന്നുള്ള അവസ്ഥ എത്തിയപ്പോഴാണ് ഇങ്ങനെ തിരുത്തിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്തില്ലെങ്കിലോ, നമ്മൾ ചെയ്യാനോ നോക്കുക, പരിശ്രമിക്കുകയാണ് വേണ്ടത്. രണ്ട് വശം അതിനുണ്ടെന്ന് പറയണം. നമ്മളെന്താണ് പറയുക, ശരീരത്തിന് ഹക്കുണ്ട് എന്ന് പറഞ്ഞ് ഫുൾ ടൈം കടന്നുറങ്ങുക, അതില്ല. ഭാര്യയ്ക്ക് ഹക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിസ്കാരം ദിക്റൊക്കെ ഒഴിവാക്കുക, അതല്ല. ചെയ്യേണ്ടത് ചെയ്യുക, എന്നാൽ നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ പ്രയാസപ്പെടുത്തി അതിനോട് മടുപ്പ് വരുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന അർത്ഥം. അതതിൻ്റെ ഒരു ഹിക്മത്ത് പറഞ്ഞതാണ്. ഇനി ദീന് ഏതൊക്കെ ഭാഗത്താണ് റുഖ്സകൾ കൊണ്ടുവരിക? എല്ലാ ഭാഗത്തും, അധികമായി എല്ലാ ഭാഗത്തും ദീന് റുഖ്സകൾ കൊണ്ടുവരും. ഇപ്പം ഇബാദത്തിൻ്റെ വിഷയത്തിൽ റുഖ്സുണ്ട്. ഇപ്പം നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുന്നത് ഒരു ഇളവാണല്ലോ, ജമാഅത്ത് നിസ്കരിക്കുന്ന ഇളവാണ്. അത് യാത്രയിലും അതേപോലെ തന്നെ ധാരാളമായി മഴ പെയ്ത് പള്ളിയിൽ വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഭയങ്കരമായ പ്രയാസമാണ് നടക്കാൻ, ആ രൂപത്തിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മഗ്രിബിൻ്റെ കൂടെ ഇശാ ജംഉ ചെയ്ത് നിസ്കരിക്കുകയൊക്കെയാണ് ചെയ്യുക. അത് ഇബാദത്തിൽ വന്ന റുഖ്സാണ്. പിന്നെയോ വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ല രോഗം കാരണം, അങ്ങനെയാണെങ്കിൽ തയമ്മം ചെയ്യുക എന്നുള്ളത് ഇബാദത്തിൽ വരുന്ന റുഖ്സാണ്. ഇനി മുആമലാത്തിൽ, ഇടപാടുകളിൽ, ആരാധനാകർമ്മം അല്ലാതെ മുആമലാത്തിൽ ദീന് റുഖ്സ കൊണ്ടുവരും. അതെവിടെയാണ്? ഇപ്പോൾ മുസാറഅത്ത്, മുസാഖാത്തൊക്കെ അനുവദിച്ചത്. ചില ആളുകൾക്ക് നമ്മുടെ കൃഷിസ്ഥലം, അവർക്ക് അവിടെ പിന്നെ ആ കൃഷിസ്ഥലം അവരോട് നോക്കാനും വെള്ളം നനക്കാനും അവിടെ കൃഷി ചെയ്യാനും പറയും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് അവരോട് എടുക്കാൻ പറയും. അത് ശരിക്ക് കച്ചവടമാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിളവ് എന്താണെന്ന് അറിയില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ റുഖ്സ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കടം അനുവദിച്ചത് റുഖ്സയാണ്. കടം അനുവദിക്കുക എന്നുള്ളത് ഒരു റുഖ്സയാണ്. പിന്നെ മുനാക്കഹാത്തിൽ, വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റുഖ്സ വന്നിട്ടുണ്ട്. ത്വലാഖ് അനുവദിച്ചത് ആ വിഷയത്തിലാണ്. ത്വലാഖൊക്കെ അനുവദിച്ചത് ഒരു റുഖ്സയാണ്. അതേപോലെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഖുൽഅ അനുവദിച്ചത്, ഭർത്താവുമായി എന്തെങ്കിലും പ്രയാസമുണ്ട്, ഭർത്താവ് ത്വലാഖ് ചൊല്ലുന്നില്ല, അങ്ങനെ ഖാദിൻ്റെ അടുത്ത് ചെന്ന് ഖുൽഅ ആവശ്യപ്പെടൽ, ഭർത്താവിൽ നിന്ന് പിന്നെ വിടുതൽ ആവശ്യപ്പെടൽ സ്ത്രീക്ക് അള്ളാഹു കൊടുത്തൊരു ഹക്കാണ്, റുഖ്സയാണ്, ഇളവാണ്. പിന്നെ ഖിസാസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിക്രിയ എന്ന് പറയുമല്ലോ, ഖിസാസിൽ വലിയ യുദ്ധമായ ആൾക്ക്, അതായത് എൻ്റെ ആളാണ് മരണപ്പെട്ടതെങ്കിൽ അയാളെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് വിധി. പക്ഷെ അവിടെ ദീന് റുഖ്സ കൊടുത്തു, രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം, മാപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ
റുഖ്സ, ദിയ സ്വീകരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഖിസാസിനെ നടപ്പാക്കാം. ഇപ്പം ഈസാ നബിൻ്റെ ശരീഅത്തിൽ ഖിസാസ് ഇല്ല എന്നാണ്, ദിയ സ്വീകരിക്കാനേ പാടുള്ളൂ. മൂസാ നബിൻ്റെ ശരീഅത്തിൽ ഖിസാസ് മാത്രമേ ഉള്ളൂ, ദിയ സ്വീകരിക്കലില്ല. നമ്മുടെ ശരീഅത്തിൽ എന്തുണ്ട്? രണ്ടും വന്നിട്ടുണ്ട് എന്ന് കാണാം. ഇനി ആറാമത്തെ കാര്യം, ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദീനിങ്ങനെ റുഖ്സ, ഇളവ് തരുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. ആറാമത്തെ കാര്യത്തിൽ ശരീഅത്തിൻ്റെ ഹുക്കുമുകളിൽ ദീന് റുഖ്സ കൊടുക്കുന്ന രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ്, സുവറു തൈസീർ, എളുപ്പം നൽകുന്ന രൂപങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, ഒന്ന്, ചിലപ്പോൾ വാജിബന്നെ ചില വ്യക്തികൾക്ക് ഒഴിവാക്കി കൊടുക്കും, അവർക്കത് വാജിബില്ല എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണം, കഴിവില്ലാത്ത ആൾക്ക് ഹജ്ജ് വാജിബല്ല അറിയും, കഴിവില്ലാത്ത ആളുകൾക്ക് എന്തില്ല, ഹജ്ജ് വാജിബില്ല എന്ന് പറയും. ഇതൊരു അളവാണ്. സത്യത്തിൽ ഹജ്ജ് വാജിബാണ്, പക്ഷെ കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റുഖ്സ കൊടുത്തു. അതേപോലെ ജുമുഅ നമസ്കാരം യാത്രക്കാരനും സ്ത്രീക്കും അള്ളാഹു വാജിബില്ലാതാക്കി, ഓൽക്ക് വാജിബല്ല, അവിടെ പ്രയാസമില്ലാതിരിക്കാൻ. അതേപോലെ തന്നെ ജിഹാദ് എന്ന് പറയുന്ന കർമ്മം ഈ കണ്ണ് കാണാത്ത ആളുകൾക്ക്, മുടന്തുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി കൊടുത്തൊക്കെ റുഖ്സയുടെ ഭാഗമാണ്. അപ്പം അങ്ങനെ വാജിബന്നെ ചില ആളുകൾക്ക് ഒഴിവാക്കി കൊടുക്കും. മറ്റൊന്ന്, വാജിബിൻ്റെ എണ്ണം കുറക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 4 റക്അത്താണ് നമസ്കാരം, യാത്രയിൽ ചിലപ്പോൾ ഖസ്ർ നിസ്കരിക്കാൻ എത്ര റക്അത്തായി കൊടുക്കും? 2 റക്അത്തായി കൊടുക്കും. വാജിബിൻ്റെ എണ്ണം കുറക്കൽ റുഖ്സൻ്റെ ഒരു രൂപമാണ്. ഇനി വാജിബിന് പകരം വേറൊരു കർമ്മം നിശ്ചയിച്ച്, വാജിബായ കർമ്മത്തിന് പകരം വേറെ എന്തെങ്കിലും ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനേക്കാൾ അഖഫായ, അതിനേക്കാൾ എളുപ്പമുള്ള എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് വുദൂ അല്ലെങ്കിൽ കുളി, ജനാബത്തിൻ്റെ കുളി, ഇതിന് പകരം തേമം ചെയ്താൽ മതി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാളുടെ തലയിൽ ഭയങ്കരമായ മുറിവേറ്റു. അയാൾ സഹാബത്ത് പറഞ്ഞു വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും കുളിക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ തലയിൽ വെള്ളം പാർന്ന് അയാൾ മരിച്ചുപോയി, മരണപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങളാണ് അയാളെ കൊന്നതെന്ന് പറഞ്ഞു. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു? ചോദിച്ചൂടായിരുന്നോ? അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചൂടായിരുന്നോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. പിന്നെ അതേപോലെ തന്നെ നോമ്പിന് പകരം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, അത് ഉദറുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ വാജിബിന് പകരം മറ്റൊന്ന് കൊടുക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തിച്ചും പിന്തിച്ചും നൽകും വാജിബുകളൊക്കെ. ഇപ്പോൾ ജംഅ നിസ്കരിക്കുമ്പോൾ ളുഹറിൻ്റെ സമയത്ത് അസർ നിസ്കരിക്കുക, അസറിൻ്റെ സമയത്ത് ളുഹർ നിസ്കരിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ കൊടുക്കും. പിന്നെ മാത്രമല്ല, നോമ്പ് യാത്രക്കാരനും രോഗിക്കും നോമ്പ് പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി, ഇപ്പം നോറ്റ് വീട്ടേണ്ട, കുറച്ച് പിന്തിപ്പിച്ച് കൊടുക്കും. ഇതൊക്കെ അള്ളാഹു തരുന്ന റുഖ്സയാണ്. ഇനി മറ്റൊരു രൂപം, ഇബാദത്തിൻ്റെ രൂപം മാറ്റുക, രൂപം സാധാ രൂപത്തിൽ നിന്ന് മാറും. ഇപ്പം ഖൗഫിൻ്റെ നിസ്കാരം, ഖൗഫ് സമയത്തുള്ള, ഇപ്പോൾ യുദ്ധ സമയത്തുള്ള നിസ്കാരം എപ്പോഴും പേടിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആക്രമിക്കാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നിസ്കാരത്തിന് അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്, സാധാ രൂപത്തിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോഴൊക്കെ ഹറാമായത് അനുവദിച്ചു കൊടുക്കൽ, ഭയങ്കരമായ ദറൂറത്തിൻ്റെ അവസ്ഥ, നമ്മളെ ശരീരം നഷ്ടപ്പെട്ടു പോകും, ജീവൻ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഒരുപാട് പറഞ്ഞ മസലയാണ്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരവസ്ഥ എത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹറാമായൊരു ഭക്ഷണം ചിലപ്പോൾ എത്രയാണോ ജീവൻ നിലനിർത്താൻ അത്ര കഴിക്കാൻ പറ്റും. ഇതൊക്കെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വിഷയങ്ങളൊക്കെ തന്നെയും അള്ളാഹു നമ്മൾക്ക് എളുപ്പം തന്നത് അള്ളാഹുവിൻ്റെ ദീന് കൊണ്ട് നടക്കുന്നിടത്ത് നമുക്കൊരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ വിഷയം, ഞാൻ അടുത്ത മസലയിലേക്ക് പോകുന്നത്, അടുത്ത വലിയൊരു വിഷയമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ റുഖ്സയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുമ്പോൾ, ഇളവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അടിസ്ഥാനപരമായ വിഷയം നമ്മുടെ താല്പര്യമാണ്. നമുക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പല കാര്യങ്ങളും നമ്മൾ വിട്ടു നിൽക്കുന്നത്. നമ്മൾ പല കാരണങ്ങൾ പറയുമെങ്കിലും, നമ്മൾ പല കാരണങ്ങൾ പറയുമെങ്കിലും, ഞാൻ അതിൻ്റെ ഒരു ആത്മീയമായ വശം പറയാം, നമുക്ക് പല കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുമെങ്കിലും അടിസ്ഥാനപരമായി നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുമായിരുന്നു. നമ്മൾ ചിലപ്പോൾ കാരണം പറയും, എനിക്ക് പനിയായിരുന്നു, എനിക്ക് വീട്ടിലൊരാൾ വന്നു, അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമുക്ക് താല്പര്യമുള്ള കാര്യമാണെങ്കിൽ നമ്മളിതൊന്നും എന്താക്കൂല, ഒന്നും പരിഗണിക്കൂല. നമുക്ക് താല്പര്യമാണ്, നമുക്ക് ദീനിനോട് എത്ര, നമ്മുടെ ദീനിൻ്റെ ഇബാദത്തോട് നമുക്ക് എത്രത്തോളം താല്പര്യം ഉണ്ട് എന്നുള്ളതൊരു വിഷയമാണ്. ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കൽ ഒരു പരിശ്രമമാണ്. ചിലപ്പോൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് നേടിയെടുക്കാവുന്നതല്ല. നമ്മുടെ ദീനിൻ്റെ കർമ്മങ്ങളോട് നമുക്ക് താല്പര്യം ഉണ്ടാകണം. സുബഹി നിസ്കരിക്കുമ്പോൾ ഒരു ആനന്ദം കിട്ടണം. സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ, അതേപോലെ അറിവ് പഠിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ, ദർസിലിരിക്കുമ്പോൾ,
ദിക്റുകൾ ചൊല്ലുമ്പോൾ ഒക്കെ നമുക്കൊരു ആനന്ദം കിട്ടണം, ഒരു ആസ്വാദനം കിട്ടണം. നമ്മുടെ താല്പര്യം കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, വേറെ പുറത്തുനിന്നൊരു താല്പര്യം കൊണ്ടായിരുന്നു. ഞാനിങ്ങനെ നിസ്കരിച്ചില്ലെങ്കിൽ ആൾക്കാർ എന്നെ കുറിച്ച് എന്താണ് പറയുക, ഞാനിപ്പോൾ ജുമാക്ക് പള്ളിക്ക് വന്നില്ലെങ്കിൽ എന്താണ് പറയുക, ഞാൻ സുബഹിക്ക് പള്ളിക്ക് വന്നില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും. അതൊന്നും നമ്മുടെ താല്പര്യമല്ല, അതൊക്കെ നമ്മൾ ആ കർമ്മത്തോടുള്ള താല്പര്യമല്ല, നമുക്ക് വേറെ പുറത്തുള്ള വേറെ എന്തൊക്കെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുമാണ്. നമുക്ക് താല്പര്യത്തോടു കൂടി നമ്മൾ ഇബാദത്ത് എടുക്കുമ്പോൾ മടുപ്പില്ലാതെ ചടപ്പില്ലാതെ ഇബാദത്ത് എടുക്കാനുള്ള എല്ലാ വഴികളും ദീനിൽ അല്ലാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാം അല്ലാഹ് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അപ്പം അല്ലാഹ് ഇളവ് തന്നിട്ടുണ്ട്. എവിടെ മശക്കത്തുണ്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം തന്നിട്ടുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് തന്നില്ലാത്തൊരു റഹ്മത്താണ്. നമ്മളെ ദീന് പ്രയാസപ്പെടുത്തൂല, എവിടെയും നമ്മുടെ മതം നമ്മളെ പ്രയാസപ്പെടുത്തൂല. കണിശമായി ചില കാര്യങ്ങൾ പറയും, അത് നമ്മുടെ നന്മക്കാണ്. 100% നന്മയുള്ള കാര്യങ്ങളെ ദീന് കൽപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ അധികവും നന്മയുള്ള കാര്യങ്ങൾ. ചെറിയ കേടുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് ബാക്കി എല്ലാ വിഷയങ്ങളും പരിഗണിച്ചാൽ നമ്മുടെ മൊത്തം ജീവിതത്തിന് ഹൈറായ കാര്യങ്ങളെ ദീന് കൽപ്പിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ താല്പര്യം വളരെ വിഷയമാണ്. താല്പര്യം ഉണ്ടാക്കിയെടുക്കലും ഒരു വിഷയമാണ്. അള്ളാഹു നമ്മളെ ദീനിനോട് വെറുപ്പുള്ള മടുപ്പുള്ള ആളുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. പിന്നീടാണ് ദീനിൽ നിന്ന് പുറത്തു ചാടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, അത് ഇനി നിരീശ്വരവാദികളായിക്കോട്ടെ എക്സ് മുസ്ലിമുകളായിക്കോട്ടെ, ദീനിൽ നിന്ന് പുറത്തു ചാടാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം നോക്കുക ദീനിൻ്റെ കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനാണ് നോക്കുക. അതങ്ങനെ നല്ല പറഞ്ഞത്, അത് ഇങ്ങനെയാണ് പറഞ്ഞത് അറിയാം. എന്നിട്ട് പറഞ്ഞ് ഇതൊന്നും ശരിയല്ല എന്ന് പറയും. അങ്ങനെ മെല്ലെ മെല്ലെ ദീനിനെ തന്നെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹു ആർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മളെയും അള്ളാഹു അവസാനം വരെ ഹിദായത്തിൽ ഉറപ്പിച്ചു തരട്ടെ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അത് നല്ലോണം ശ്രദ്ധിക്കണേ. ഇനി പറയാൻ പോകുന്ന 7ാമത്തെ മസല, ഇത് കുറച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. ദീന് തഖ്ഫീഫ്, ഇളവുകൾ തരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ദീനിൽ എവിടെയൊക്കെയാണ് ഇളവുകൾ അള്ളാഹു തരിക, അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന്, മറവ്, രോഗം വരുന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇളവുകൾ തരും. രോഗം നമുക്കറിയാലോ, നമ്മുടെ ശരീരത്തിന് നാം എന്തെങ്കിലും ദുർബലതകൾ ബാധിക്കുക. ഇപ്പം അതിന് തെളിവ് ഇപ്പം നോമ്പിൻ്റെ ആയത്തിൽ കാണാം, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ മറ്റു ദിവസങ്ങളെ എന്ത് ചെയ്യണം, നോമ്പെടുത്തോളൂ. പിന്നെ റസൂലുള്ളാഹി ഒരാൾ വന്ന ശ്രദ്ധയിൽ നിന്നാണ് നിസ്കരിക്കേണ്ടത്. നിന്ന് നിസ്കരിക്കലാണ് പർവ്വസ്കാരം നിസ്കരിക്കാവും. രോഗം കാരണം എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശരി. അപ്പൊ രോഗമുണ്ടെങ്കിൽ അള്ളാഹു ഇളവ് തരും. അതെങ്ങനത്തെ രോഗം? നമുക്ക് ഇബാദത്തെടുക്കാൻ ഭയങ്കരമായ പ്രയാസം ഉണ്ടാക്കുന്ന രോഗമാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ശരീരം അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ആ രോഗത്തിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, അതിനാണെങ്കിൽ ഇപ്പൊ ഇരുന്ന് നിസ്കരിക്കാൻ തീരെ പറയും, നിസ്കരിക്കേണ്ട അറിയില്ല, ഇരുന്ന് നിസ്കരിക്കാൻ പറയും, അളവ് തരും. ഉദാഹരണം നമ്മൾ പറയും ഇരുന്ന് നിസ്കരിക്കുക. അതേപോലെ തന്നെ നോമ്പുള്ള ആൾക്ക് രോഗിയാണെങ്കിൽ നോമ്പ് മുറിക്കാം, നോമ്പ് നോക്കേണ്ടതില്ല, ഫർദാണല്ലോ റമദാനിലെ നോമ്പ്. പിന്നെ മുറിവുള്ള ആളുകൾക്ക് അതിന്റെ മുകളിൽ തടവിയാൽ മതിയാവും. ഇതൊക്കെ രോഗം കാരണം അള്ളാഹു റുഖ്സ തരുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കാരണം, രോഗം കാരണം അള്ളാഹു തഖ്ഫീഫ് തരും, ദീന തഖ്ഫീഫ് തരും. രണ്ടാമത്തത് ശ്രദ്ധിച്ചോളി, മറന്നുകൊണ്ട് ഒരാളൊരു കാര്യം ചെയ്താൽ, ഹറാമായ ഒരു കാര്യം ചെയ്തു, മറന്നിട്ടാണെങ്കിൽ ഇയാൾക്ക് അറിയില്ല, അത് ചെയ്യാൻ പാടില്ല എന്നറിയില്ല, അല്ലെങ്കിൽ വാജിബായ ഒരു കാര്യം ഒഴിവാക്കി, 2 രൂപത്തിന് മറവ് തരാം. നോക്കുക, അതിന് തെളിവ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ എന്ന് നമ്മൾ ആമിന റസൂൽ ഓതുന്നുണ്ടല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നതിനെ കൊണ്ടോ ഞങ്ങൾക്ക് അബദ്ധം പെടുന്നതിനെ കൊണ്ടോ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് അല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല, അതായത് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞത് അത് ഫഅൽതു, ഞാനിത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകൂല എന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ഖദ് തജാവസ അൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനെ തൊട്ട് അല്ലാഹു വിട്ടുകൊടുത്തിട്ടുണ്ട് അൽ ഖത്അ, അബദ്ധം പറയുന്നത്. അബദ്ധം വന്നാൽ അല്ലാഹു ശിക്ഷിക്കൂല. അന്യസിയാൻ, മറവി കൊണ്ടാണ് ഒരു കാര്യം ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കിയെങ്കിൽ അവർ ശിക്ഷിക്കൂല. ഒമസ്തുക്രിഹു അലൈഹി, അവരാരെങ്കിലും നിർബന്ധിപ്പിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഒരു സാഹചര്യമല്ല അവിടെ പോയാൽ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു അവരെ ശിക്ഷിക്കൂല. ഇതൊരു മാർജ റഹ്മത്തുള്ളാഹി ധരിക്കുന്ന ഹദീസാണ്. ഇനി എന്താണ് നിസ്യാന്റെ ഹുക്മുകൾ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കുക, ഒന്ന് കുറ്റല്ല, മറന്നുപോയാലും കുറ്റല്ല. ഒരാൾ ഉദാഹരണം, നിസ്കരിച്ചിട്ട് അതിന്റെ വസ്ത്രത്തിന് നജസ്സുണ്ടായിരുന്നു, കുട്ടി മൂത്രയിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഒരു മൂത്രത്തൊഴിലൊക്കെ ഉണ്ടായാൽ അറിയില്ല, അല്ലെങ്കിൽ അയാൾ മറന്നുപോയി. ജനല്ല മറന്നുപോയി, ഈ മറന്നുപോയി എന്ത് ആൾക്ക് അറിയാൻ പിന്നെ മറന്നുപോയി. നിസ്കരിക്കുമ്പോൾ അങ്ങനെ നിസ്കരിച്ചു. അത് ചെയ്തത് എന്തായാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പക്ഷെ കുറ്റം കിട്ടൂല. കാരണം അയാൾ മറന്നു ചെയ്തതാണ് എന്നുള്ളതാണ്. ഇനി ഇത് തക്ലീഫിയായ ഹുക്മാണ്, അള്ളാന്റെ ഭാഗത്തുനിന്ന് കുറ്റല്ല. എന്നാൽ ഒരാൾ മറന്നുകൊണ്ട് മനുഷ്യരുമായി ബന്ധപ്പെട്ട വല്ല ഹക്കുകളും ചെയ്താൽ അവിടെ ഒരാൾ മറന്നും കണ്ട് വേറൊരുത്തന്റെ പണം നശിപ്പിച്ചു വിചാരിക്കുക, മറവി എത്തിയതാണ്. വേറൊരാളുടെ പണം സ്വന്തം പൈസ സ്വന്തം പണം വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മറന്നു ചെയ്തതാണ്. അയാള് മറ്റയാൾക്ക് എന്ത് കൊടുക്കണം? അതിന് പകരം കൊടുക്കണം. കാരണം അവിടെ കുറ്റല്ല എന്നുള്ളത് ശരിയാണ്, മറന്നിട്ടാണ് ചെയ്തത്. പക്ഷെ ഇയാളുടെ പണം നഷ്ടപ്പെട്ടത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹക്കായതുകൊണ്ട് നല്ല പഠിക്കുക. മറന്നുകാണ്ട് നമ്മുടെ സാധനമാണ് വിചാരിച്ച് വേറൊരാളെ സാധനം നശിപ്പിച്ചു, അയാൾക്ക് അതിന് പകരം നമ്മളതിന് ബാധ്യസ്ഥരാണ്. അയാൾക്ക് നമുക്ക് ഒമാനുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ അയാളോട് അത് കൊടുക്കണം, നമ്മൾ ബാധ്യസ്ഥരാണ്, അയാളോട് നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ട് വിഷയമുണ്ട്. അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ മറക്കുന്നതെങ്കിൽ നല്ല ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഹക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മറക്കുന്നതെങ്കിൽ കുറ്റല്ലാന്നുള്ളത് ഓക്കെയാണ്, അതെന്ന് പറഞ്ഞു. ഇനി അത് ശരിയാകൂല എന്നുള്ളതാണ്. അത് വഖഈയായ ഹുക്കുമാണ്. രണ്ട് രൂപത്തിലാണ് ശറഈൽ ഹുക്കുമുണ്ടത്. അത് കുറച്ച് ഉസൂലുൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ അതിലേക്ക് അധികം കടക്കാത്തത്. നമ്മളിപ്പോ ഖവായിദുൽ ഫിഖ്ഹിയാണത്, അത് കുറച്ച് ഡീപ്പായ വിഷയമാണ്. രണ്ട് രൂപത്തിലാണ്. ഒന്ന് നമുക്ക് വാജിബ്, ഹറാമ്, മൻദൂബ്, മക്റൂഹ്, മുബാഹ് ഇതൊക്കെ കേട്ടില്ലേ? 5 ഹുക്കുകൾ. നിർബന്ധമായത്, സുന്നത്തായത്, അനുവദിക്കപ്പെട്ടത്, മക്റൂഹായത്, ഹറാമായത്. ഇത് തക്ലീഫിയായ ഹുക്കുമെന്നാ പറയാം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ മുക്കെല്ലാം ഭാഗം അള്ള പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് നൽകി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ വാജിബായിരിക്കും, അല്ലെങ്കിൽ മുസ്തഹബായിരിക്കും, അല്ലെങ്കിൽ മൻദൂബായിരിക്കും, അല്ലെങ്കിൽ മക്റൂഹായിരിക്കും, അല്ലെങ്കിൽ മുബാഹായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ആ ഒരു മേഖല നോക്കുമ്പോ കുറ്റല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇത് ശരിയാവാതിരിക്കുക എന്ന് പറഞ്ഞു. ഈ കച്ചവടം ശരിയാവുക, അല്ലെങ്കിൽ ഈ ഇബാദത്ത് സ്വഹീഹാവുക, ഈ ഇബാദത്ത് ഫാസിദാവുക എന്നുള്ളത് വേറൊരു വശമാണ്. അതിന് അങ്ങനത്തെ ഒരു ഹുക്കുമുണ്ട്. ഒരു ഇബാദത്ത് സ്വഹീഹായി, അത് അതിന് വേറൊരു ഹുക്കുമാണ്. വാജിബായി എന്നുള്ളത് വേറൊരു ഹുക്കുമാണ്, സ്വഹീഹായി എന്നുള്ളത് വേറൊരു ഹുക്കുമാണ്. ആ ഭാഗത്തുകൂടി പരിഗണിച്ചാൽ ഒരാൾ മറന്നു കണ്ട് ഹറാമായി ചെയ്താൽ, ഉദാഹരണത്തിന് ഹറാമെന്നല്ല നെഹി അള്ള ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു, അവിടെ ചിലപ്പോ തഫ്രീഖ് കിട്ടും. ഞാൻ പറഞ്ഞത് വസ്ത്രത്തിൽ നജസ് ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. നെഹിയാണ് ഉണ്ടാകരുത്, നജസ് ഉണ്ടാകരുത്, ശരിക്കും നജസ് ഉണ്ടാകരുത് എന്നാണ് കരുതല. ഉണ്ടാകരുത് അപ്പൊ മടക്കി നിസ്കരിക്കണോ? വേണ്ട, മടക്കി നിസ്കരിക്കണം. കാരണം അത് നെഹിയുമായി ബന്ധപ്പെട്ട വിഷയം. നെഹി പറഞ്ഞ നിയോജിച്ചതാണ് ഉണ്ടാകരുത്, പക്ഷെ മറന്നുകാണ്ട് പറ്റിപ്പോയി, അത് വിവാദത്തിൽ വന്നുപോയി. നേരെ തിരിച്ച് അവാമിറുമായി ബന്ധപ്പെട്ടത് അവാമിർ എന്ന് പറഞ്ഞാൽ അള്ള കൽപ്പിച്ച കാര്യത്തിലാണ് നമ്മൾ മറന്നതെങ്കിൽ, നമുക്ക് ആ വക്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആ അമല് തിരിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അവിടെ തഫ്രീഖില്ല. തിരിച്ചെടുക്കാൻ പറ്റുന്ന കർമ്മമാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിച്ച, അയാൾ പോകുമില്ല, മറന്നു നിസ്കരിച്ച, അത് പോകുമില്ല. അപ്പൊ അത് കൽപ്പനയാണ്. ഓടുകൂടി നിസ്കരിക്കണം എന്നുള്ളതാണ് കൽപ്പന. അപ്പൊ കൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഓ മറന്നതെങ്കിൽ. ഇത് രണ്ടും വേർതിരിക്കാൻ വേണ്ടിയതായി കണ്ടിട്ടുള്ളത്.
കൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ മറന്നതെങ്കിൽ അയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പകരം ഒന്നുമില്ലാതെ നിസ്കരിച്ചാൽ കഴിഞ്ഞാൽ ഒന്നുമില്ലാതെ നിസ്കരിച്ചു. അപ്പൊ അയാൾ വിചാരിക്കാം ഞാൻ മറന്നിട്ടാണല്ലോ, അപ്പൊ ആ നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്ന് വിചാരിക്കരുത്. അയാൾ പോയി ഒന്നുകൂടെ എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്നാണ് തീരുമാനം. അപ്പൊ അവിടെ ചെയ്യാനും എന്തല്ല മറവി എന്തല്ല. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് രോഗം, രണ്ട് മറവി. മറവി കൊണ്ട് ശരിയായിട്ട് ബുക്സ് വരും. മൂന്നാമത്തെ വിഷയം കൂടി പറഞ്ഞിട്ട് മൊത്തം 7 വിഷയങ്ങളുണ്ട്. മൊത്തം 7 വിഷയങ്ങളുണ്ട്. 1, 2 പറഞ്ഞു. മൂന്നാമത്തെ വിഷയം കൂടി പറഞ്ഞിട്ട് ക്ലാസ് അവസാനിക്കും. മൂന്നാമത്തത് യാത്ര, സഫർ. സഫർ കാരണത്താൽ അല്ലാഹു ബുക്സ് തരും. എന്താണ് സഫർ എന്ന് പറഞ്ഞാല്? സഫർ എന്ന് കിട്ടൂല. സ്ഥലം അറിയണം, എങ്ങോട്ടാണ് പോകുന്നത് അറിയണം. വെറുതെ നടക്കുക എന്നിട്ടും ഇല്ലാതെ ചില സുഹൃത്തുക്കളൊക്കെ നടത്തുന്നുണ്ടല്ലോ, അത് യാത്ര പറയാൻ പാടില്ല. യാത്ര ആണെങ്കിൽ എവിടെയെങ്കിലും ലക്ഷ്യമാണ്, ഒരു മലുമായ അറിയപ്പെട്ട സ്ഥലത്തേക്ക് നടക്കണം അല്ലെങ്കിൽ പോകണം. ഇനി പിന്നെ ദൂരം ഷാഹ് പരിഗണിച്ച ദൂരമായിരിക്കണം. അതിന് പല പണ്ഡിതന്മാരും ദൂരം പറഞ്ഞിട്ടുണ്ട്. 40 ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 80 കിലോമീറ്റർ. ഏകദേശം കിലോമീറ്റർ കണക്കെടുക്കുമ്പോൾ ഏകദേശം 80 കിലോമീറ്റർ, 84 കിലോമീറ്റർ എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത്. ഇതൊക്കെ ശബ്ദ പണ്ഡിതന്മാരാണ്, യാത്രക്ക് വേണ്ടി ശബ്ദ പണ്ഡിതന്മാരാണ്. അപ്പൊ ഈ നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ യാത്രയിൽ എന്തെടുക്കാം. ഇനി നോക്കുക, രണ്ടാമത്തെ അഭിപ്രായം, ഈ ശബ്ദങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ യാത്ര എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും വേങ്ങരയിൽ നിന്ന് ഈ ഭാഗത്ത് കളരിക്കോടുക്ക് പോകുമ്പോൾ യാത്ര എന്ന് പറയില്ലല്ലോ, ഇല്ല. അപ്പൊ ഒരു യാത്ര എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു യാത്ര പോയതാണ്, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഷെഫിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന് തെളിവുണ്ടാണെന്ന് ചോദിച്ചാൽ തെളിവ് ഇതാണ്. മതം സഫർ എന്ന് മുത്തലക്കായി നിരുപാധികമായിട്ടാണ് പറഞ്ഞത്. സഫർ എന്ന പദമാണ് പ്രയോഗിച്ചത്. അതിന് ഇന്ന നിബന്ധനകളും കൈതുകളും വെക്കണമെങ്കിൽ പ്രത്യേകം എന്ത് വേണം? തെളിവ് വേണം. ആ തെളിവില്ലാത്തിടത്തോളം കാലം യാത്ര എന്നുള്ള പദമാണ് പരിഗണിക്കുക. എപ്പോഴാണ് ഭാഷയിൽ യാത്ര എന്ന് പറയുക, നമ്മുടെ നാട്ടിൽ യാത്ര എന്ന് പറയുക, അപ്പോഴാണ് അയാൾക്ക് റുഖ്സ എടുക്കാവുന്നത്. ഒരു 2 രൂപ ആളുകൾ കാണാം, എല്ലാ യാത്രയാക്കുന്നവരുണ്ട്. ഭയങ്കരമായി യാത്ര പോയിട്ടും യാത്രയായി പരിഗണിക്കാതെ അങ്ങനത്തെവരുണ്ട്, 2 രൂപത്തിലുണ്ട്. ഒരാൾക്ക് സംശയമായി ഇത് യാത്രയാവോ യാത്രയാവൂല എന്നൊക്കെ സംശയമായി. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ ഏറ്റവും ജുമൂറൊക്കെ എടുക്കാൻ ഒരു ആവുണ്ടോ നോക്കാം, 80 കിലോമീറ്റർ കഴിക്കണോ നോക്കിയാണ് കൂടുതൽ, അതായത് നല്ലത്. സംശയമായി ഇത് യാത്രയാണോ യാത്ര ഇല്ലേ എന്നൊരു ശക്ക് വന്നാല്, സംശയം വന്നാല് മറ്റേ കിലോമീറ്റർ കണക്കെടുക്കലായിരിക്കും കുറച്ചുകൂടി സൂക്ഷ്മത. അപ്പൊ ഒരു സമാധാനത്തിന് വേണ്ടി ഇബ്നു തൈമിയ്യൊക്കെ അതാണ് പറഞ്ഞത്. ഈ യാത്രയാണോ അല്ലേ എന്ന് അഭിപ്രായ വ്യത്യാസം വന്നു ഉറപ്പിൽ തന്നെ, നാട്ടിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ജുംഹൂർ വെച്ച അളവിലേക്ക് മടങ്ങുക എന്നാണ്. അതായത് ജുംഹൂറായ പണ്ഡിതന്മാർ പറഞ്ഞ അളവുണ്ടല്ലോ, 80 കിലോമീറ്റർ 84 കിലോമീറ്റർ എന്നുള്ള അളവിലേക്ക് മടങ്ങുക എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ അതാണ് യാത്രയുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രയിൽ എപ്പോഴാണ് നമ്മുടെ ഇളവ് തുടങ്ങുക? ആ നാടിന്റെ വീടുകളൊക്കെ കഴിയണം, ആ നാട്ടിൽ താമസിക്കുന്ന ആ നാട് കഴിയണം. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയ പിന്നെ യാത്രന്റെ ഇളവില്ല. സ്വന്തം നാട്ടിലായിരിക്കുന്ന അവസ്ഥയിൽ എന്തില്ല, ഇളവില്ല. ആ നാട് കഴിഞ്ഞാലാണ് തീർക്കുക. അപ്പൊ ചില ആളുകൾ ഞാൻ യാത്ര പോവാണ്, സ്വന്തം നാട്ടിൽ യാത്ര പോകും, വീട്ടിൽ തന്നെ രസത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പറ്റൂല, വീട്ടിൽ നിന്ന് രസത്തിരിക്കാൻ പോവാം, അത് പാടില്ല. കാരണം യാത്ര, നിങ്ങൾ യാത്രയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ല, യാത്രയുടെ നിയത്തിനാണ് നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾ യാത്രയിലാണെങ്കിൽ എന്നാണ് ജമ്മിന് യാത്ര മാത്രമല്ല കാരണം. ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഹംബലി മദ്ഹബിൽ അങ്ങനെയാണ്. 4 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ ഉദ്ദേശിച്ചാൽ അയാൾ അവിടുന്ന് റുഖ്സ മുറിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുക, സാധാ പോലെ പൂർത്തിയാക്കി നിസ്കരിക്കുക. ഷാഫി ഫിക്കിൽ 6 ദിവസമാണ്. ഷാഫി ഫിക്കിൽ എത്ര ദിവസമാണ്? 6 ദിവസം. ഹനഫി ഫിക്കിൽ 15 ദിവസമാണ്. എത്ര ദിവസമാണ്? 15 ദിവസമാണ് ഹനഫി ഫിക്കിലുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് അവിടെ മുത്തലക്കായി നിൽക്കാൻ ഇഖാമത്ത് ഉദ്ദേശിക്കാത്തിടത്തോളം കാലം എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇതൊക്കെയാണ് യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. യാത്ര വരുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
ഇളവുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ദീൻ അള്ളാഹു ഭയങ്കരമായി യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുഴുവൻ നമ്മുടെ ദുനിയവിയും ഉഖ്റവിയുമായ നന്മയെ നമ്മുടെ റബ്ബ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഉദ്ദേശിക്കുള്ളൂ. നമുക്ക് നല്ലത് വരണം എന്നാണ് റബ്ബ് ആഗ്രഹിക്കുന്നത്. പിന്നെ ചടപ്പും മടുപ്പും പുറത്തുനിന്നുള്ള ശൈത്താൻ്റെ പ്രേരണങ്ങളാണ് അധികവും നമുക്ക് മടുപ്പും ചടപ്പും വരുന്നത്. അതാണ് ചെയ്തു നോക്കുക, അതാണ് കണ്ടോക്ക്. മടുപ്പുണ്ടാകും. മടുപ്പ് കുറേ കാലം നമ്മൾ അതിനെ പ്രതിരോധിച്ച് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് അള്ളാഹു ആ മടുപ്പും ചടപ്പൊക്കെ മാറ്റിത്തരും. അള്ളാഹു നമുക്ക് ആ രൂപത്തിൽ എത്തിക്കട്ടെ നമ്മളെ. അപ്പം ഇതാണ് യാത്രയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് ജഹലാണ്. അറിവുകേടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റുഖ്സ തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. എന്തായാലും അള്ളാഹു ഇളവുകൾ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾക്ക് ദീനിനോട് മടുപ്പില്ലാതിരിക്കാനാണ്. നമ്മുടെ ദീന് നമുക്ക് മടുക്കരുത്. നമ്മുടെ റബ്ബ് നമുക്ക് അനുഗ്രഹിച്ച എന്നാണ് നമ്മുടെ ദീന്. ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അള്ളാഹ് നമുക്ക് ഹിദായത്ത് തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം, റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് മുസ്ലിമായി മരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. മുസ്ലിമായി ജനിച്ചു എന്നുള്ളതുകൊണ്ട് മുസ്ലിമായി മരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. അള്ളാഹു നമ്മൾ ആ രൂപത്തിൽ മരിപ്പിക്കണം എങ്കിൽ അത് അള്ളാഹ് നമുക്ക് തൗഫീഖ് തരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ ഉറച്ചു നിന്ന് അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകളായി, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട്, അള്ളാഹുവിനെ പേടിച്ച്, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അപാകതകൾ അള്ളാഹു പുറത്തു തരട്ടെ. ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന വഹബീബിന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.